ഇത്രയും തണുപ്പത്തില്ലേ, ചൂടുള്ള ചാടിക്കുമ്പോൾ ഒരു വൈബില്ലേ, അത് വേറെ തന്നെയാണ്. കിട്ടില്ല ചേട്ടാ, പൊളി. ഒരു അച്ഛ ചായ വെടിയ. ശരിക്കും പറഞ്ഞാൽ ആ മഞ്ഞിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂടുതലാട്ടെ ഈ സോനമാർഗിലെ. തൊട്ട് പിന്നില് അവിടെ ഒരു ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അവര് മേലേന്നൊരു വരവുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ ബജ്രംഗി ബൈജാനിലെ ആ പടം ഷൂട്ട് ചെയ്തത്. ഇതല്ല, അത് പാകിസ്ഥാനാണ്, ഇത് ഇന്ത്യയാണ്. ഓക്കെ, ലൈഫിൽ ഒരു വട്ടം നിങ്ങൾ കാശ്മീരിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ അത് വൻ നഷ്ടമായിരിക്കും. വൻ നഷ്ടം. ഇത്രയ്ക്കും നല്ലൊരു കാഴ്ച ഒരിക്കലും നിങ്ങൾക്ക് വേണം കിട്ടാൻ പോകുന്നില്ല. അവന്റെ ഓണർ കുറേ നേരം അതിങ്ങനെ പൊക്കാൻ കളിക്കുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ 4 ആൾക്കാർ അതിനടുത്ത് പോയിട്ട് അയാളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടോ. അത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. തിരക്കില്ല കേട്ടോ, നല്ല നോർമലാണ് എല്ലാവരും കാര്യമൊക്കെ. അങ്ങനത്തെ അവസ്ഥ നല്ല വൈബ് കേട്ടോ, പൊടി കഴിച്ചു. ചൂട് കഴിച്ചിട്ട് ബാക്കി മുമ്പോട്ട് പോകും. ഇത്രയും തണുപ്പത്തില്ലേ, ചൂടുള്ള ചാടിക്കുമ്പോൾ ഒരു വൈബില്ലേ, അത് വേറെ തന്നെയാണ്. കിട്ടില്ല ചേട്ടാ, പൊളി. ഒരു അച്ഛ ചായ വെടിയ. അവിടെ കണ്ട ദൂരെ അതാണ് സോനമാർഗ് ടണല്. ഏത് രസമാണ്, പൊളി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ നല്ല ത്രില്ലായിരുന്നു. കാരണം ഇന്നലെ ഗുൽമാർഗിനേക്കാളും എത്രയോ അടിപൊളിയാണ് മഞ്ഞിൻ്റെ കാര്യം സോനമാർഗ്. ശരിക്കും പറഞ്ഞാൽ ആ മഞ്ഞിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കൂടുതലാട്ടെ ഈ സോനമാർഗിലെ. അങ്ങനെയൊക്കെ ഞങ്ങൾ 4 ആൾക്ക് നല്ല രീതിക്ക് ആ മഞ്ഞ് എക്സ്പ്ലോർ ചെയ്തിട്ടോ. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഗ്ലേഷ്യറിലേക്ക് 5-6 കിലോമീറ്റർ നടക്കാനുണ്ട് ഇനിയും. അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടുന്ന് മുമ്പോട്ടേക്ക് നീങ്ങി. നമ്മൾ മുമ്പോട്ട് നടക്കുക, നിങ്ങൾക്ക് 6 കിലോമീറ്റർ നടക്കാൻ നമുക്കിനി. ആ ശരി, ഇവിടെ സെറ്റ് കുറെ കൂടി, തിരക്കുമില്ല. ഗുൽമാർഗിനേക്കാളും സോനമാർഗ്. നമ്മൾ ഭാഗ്യമാണ് സോനമാർഗിൽ വണ്ടി കയറിയ. ഇന്ന് പഴകാൻ പോവാണ് പ്ലാന്. ഇവിടെയുള്ള സ്കാമാണോ അല്ലെന്ന് അറിയില്ലേ. ഇവിടെ വീഡിയോ എടുത്തരും, ആദ്യം 500 പറയാ. കുറച്ച് നമുക്ക് 200-150 വീഡിയോ എടുത്ത് കിട്ടുന്നുണ്ടോ. അത് എഡിറ്റ് ചെയ്യാനെന്ന് അറിയാത്ത ടീംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കാം അത് ബെറ്റർ എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ നിങ്ങളിനി ഇത്രയും പൈസ മുടക്കിയിട്ട് ഇങ്ങോട്ട് ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പോൾ അവരിങ്ങനെ വീഡിയോ എടുത്തിട്ട് പോവുകയാണെങ്കിൽ അത് എന്താണ് ഒരു 150 ലാഭം വെച്ച് നോക്കുകയാണെങ്കിൽ, എഡിറ്റ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഓക്കെ, പറ്റുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം. എന്തായാലും സംഭവം നൈസാണ്. പുള്ളി നന്നായി എഡിറ്റ് ചെയ്തിട്ട് കുട്ടപ്പനാക്കി തരും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു കയറ്റത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മളുടെ ആ സ്ലഡ്ജ് വണ്ടിയില്ലേ, അതിൻ്റെ മുന്നിൽ അതിൻ്റെ ഡ്രൈവർ ഇരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് പിന്നിൽ അവിടെ ഒരു ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അവർ മേലേന്നൊരു വരവുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കയറ്റത്തിൻ്റെ ഏറ്റവും മേലേന്ന് അവർ താഴോട്ടേക്ക് വരുമ്പോൾ ഈ ഡ്രൈവർമാർക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ആ പിന്നിൽ നിൽക്കുന്നവനും വലിയ ധൈര്യം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു കിട്ടോ. കാരണം ആ ഒരു മഞ്ഞിൻ്റെ മേലെ കൂടെ വരുന്ന സ്മൂത്തിൽ വരുമ്പോൾ ആ ഒരു ഫീലില്ലേ, അത് വേറെ തന്നെ ഭംഗിയായിട്ട് തോന്നി. ഓരോ ആൾക്കാർ കൂക്കി വിളി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഫീല് വേറെ തന്നെ ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്ന് പോവാണ് കേട്ടോ.
ഈ വേലിപ്പറപ്പുണ്ട്, വേലിപ്പറപ്പ്. ആ, ഇവിടെയാണ് നമ്മളെ ബജ്രംഗി ബൈജാനില്ലേ ആ പടം ഷൂട്ട് ചെയ്തത്. ഇനി പ്രത്യേകം വെച്ചാൽ സിനിമ അക്കോർഡിംഗ് ടു പടം, അക്കോർഡിംഗ് ടു മൂവി അത് പാകിസ്ഥാനും ഇത് ഇന്ത്യയും കേട്ടോ. മൂവിയിലാണ്, അല്ലാണ്ട് ഒറിജിനൽ ഇതല്ല. അത് പാകിസ്ഥാനാണ്, ഇത് ഇന്ത്യയാണ്. ഓക്കെ, സ്നോഫോൾ എല്ലാം കൂടുന്നുണ്ട് കേട്ടോ. ഫുള്ളിങ്ങനെ മൂടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് സോനാമാർഗിന്റെ ഏറ്റവും ലാസ്റ്റിലെ പോയിന്റിൽ എത്തി കേട്ടോ. ഓക്കെ ഓക്കെ, അത് പറയുന്നത് എന്താ വെച്ചാൽ ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇനി അങ്ങോട്ടേക്ക് പോകാൻ ശ്രദ്ധിച്ചിട്ട് പോകണം. ആ, അവിടെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് എന്ന്. ആ ഭാഗത്ത് കാൽപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നിൽക്കണം. പക്ഷെ അവിടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവർ പോകുന്ന വഴി കൂടെ തന്നെ നിൽക്കേ. പോയി 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 കാല് വടത്തി വെച്ചു കേട്ടോ. റൂട്ട് ക്ലിയർ ആയിട്ടെങ്കിൽ ഒന്ന് വന്നോ. കാല് വടത്തി വെച്ചാൽ മതി വന്ന്. അങ്ങനെ ആ കയറ്റത്തിൽ നിന്ന് താഴോട്ടേക്ക് ഊരിയും കുത്തി ഊരി വന്നപ്പോല്ലേ, സത്യത്തില് കുട്ടിക്കാലത്ത് മാത്രമേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അധികം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നതും നമ്മളെ ഏജ് പിന്നോട്ടേക്ക് പോകാന്നുള്ളത്. പക്ഷെ ഇത്രയും പിന്നോട്ട് പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും മുന്നോട്ട് തന്നെ. ചുറ്റുമില്ലേ വെള്ള കളറായിട്ട്, ചുറ്റും വെള്ള കളറായിട്ട് കണ്ണ് വരെ തുറക്കാൻ പറ്റുന്നില്ല. അത് ഏറ്റവും കോമഡി. അയ്യോ, ഇത്രയും വെള്ളക്കളി ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ല കേട്ടോ. അയ്യോ, എട്ടിപ്പൊളി, ഏത് പൊളിയടാ, കിണ്ടല് സാധനം. ലൈഫിൽ ഒരു വട്ടം നിങ്ങൾ കാശ്മീരിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ അത് വൻ നഷ്ടമായിരിക്കും. വൻ നഷ്ടം. ഇത്രയ്ക്കും നല്ലൊരു കാഴ്ച ഒരിക്കലും നിങ്ങൾക്ക് വേണം കിട്ടാൻ പോകുന്നില്ല. അമ്മാതിരി പൊളി. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ കുറച്ച് ദൂരത്തോട്ടായിട്ട് നമ്മൾ ആദ്യം കണ്ട സ്നോ ബൈക്ക് ഇല്ലേ, അത് മഞ്ഞിൽ കുടുങ്ങിപ്പോയിട്ടോ. അതിന്റെ ഓണർ കുറേ നേരം അതിങ്ങനെ പൊക്കാൻ കളിക്കുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ 4 ആൾക്കാർ അതിനടുത്ത് പോയിട്ട് അയാളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടോ. അങ്ങനെ കുറച്ച് നേരം, അതായത് 10-15 മിനിറ്റ് ഞങ്ങൾ ഉന്തി അവസാനം അത് ട്രാക്കിലേക്ക് എത്തി. അങ്ങനെ അത് അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ആ വണ്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അയാൾ ഞങ്ങൾ ദൂരെ നിന്ന് വിളിച്ചിട്ടോ, വാന്ന്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങൾക്ക് എന്തിനും ഇതിന് മേലെ കയറാൻ പറ്റില്ലല്ലോ, ഇതിൻ്റെ മേലെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോന്ന്. അങ്ങനെ അതിൻ്റെ മേലെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം അയാൾ ചോദിച്ചു ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ പൊയ്ക്കോ, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ അടുത്ത വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ എത്തി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു മഞ്ഞ് മനുഷ്യൻ കാര്യങ്ങൾ ഉണ്ടാക്കാന്ന്. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാർ മഞ്ഞ് മനുഷ്യൻ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ. മറ്റൊരു പ്രതിമല്ലേ, നല്ല പണി ആദ്യം ഞങ്ങൾ വിചാരിച്ചത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ മഞ്ഞ് മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെങ്കിൽ ഇവിടുത്തെ മഞ്ഞില്ലേ, അത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാർ ചെയ്ത് ഞങ്ങളെ ഗുഗ്ലു എന്ന മഞ്ഞ് മനുഷ്യൻ ഉണ്ടാക്കിട്ടോ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയെന്ന് വേണം പറയാൻ ആ ഗുഗ്ലു. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാരും ഗുഗ്ലുവിൻ്റെ അടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറി എടുത്ത്. ഇപ്പം സമയം ഏകദേശം 1:30-2 മണി എടുത്തായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. നമ്മളെ റിട്ടേൺ പോവാണ്. ഇപ്പൊ വരുന്നതിനേക്കാളും കൂടുതൽ
വന്നതിനേക്കാൾ കൂടുതൽ സ്നോ ഇപ്പം കൂടി. ഇതെന്താ ഫുള്ള് വെള്ളം, ആകാശ വെള്ളം കളറേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഏത് രസോ. നമ്മുടെ സോനാമാർഗിലെ പര്യടനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാ കേട്ടോ. ശരിക്ക് ഇവിടെ നമ്മൾ ഏകദേശം ഒരു 10 മണി റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ടൈം എത്ര ഇപ്പോൾ? 2:10. ഇതോടെ പറഞ്ഞ് നമ്മൾ സോനാമാർഗിലെ വ്ളോഗ് എടുത്ത് തീർക്കാം കേട്ടോ. സേവിങ്സ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, പണിക്ക് പോകണ്ടെന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾ പണിയെടുത്താൽ ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്ത് വെക്കാതെ എല്ലാം ഇങ്ങനെ പിന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആനന്ദത്തിലെ ആ ചേട്ടനില്ല ബസ്സിലാണ് പറഞ്ഞാലോ ശരിയാവും. നമ്മൾ ഉത്തരവാദിത്തങ്ങളും അതും ഇതൊക്കെ മതി ആഘോഷിക്കാന്ന് വെക്കുകയാണെങ്കിൽ നരച്ചു പോയിട്ട് വിചാരിക്കുള്ളൂ. അന്ന് ആഘോഷിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിട്ടേൺ പോവാം കേട്ടോ. ഗുൽമാർഗിൽ ഇപ്പോഴും മഞ്ഞൊഴിച്ച് ചെറുതായിട്ടുണ്ട് കേട്ടോ. ഏത് മൂട് കിടലായിട്ടുണ്ട്. ഫോണെടുത്ത് ബാഗെടുത്ത് എല്ലാം സെറ്റാണ്. അങ്ങനെ ഇന്നലെ ഗുൽമാർഗ് പോയതാണെങ്കിലും ഇന്ന് സോനാമാർഗ് വന്നാണെങ്കിലും നമ്മളുടെ കൂടെ 3 ആൾക്കാരും കൂടെ ഉണ്ട് കേട്ടോ. ഷിബിനും ജിഷ്ണും ഷമീറും. അങ്ങനെ ഇന്നത്തെ യാത്രയോട് കൂടിയിട്ട് അവർ തിരിച്ച് ഡൽഹിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ യാത്ര തുടങ്ങിയത്, അതായത് ഒറ്റയ്ക്കാണ് യാത്ര തുടങ്ങിയത്. അങ്ങനെ ഇവർ 3 ആളും നാളെ പോയ ശേഷം എനിക്ക് നാളെ പഹൽഗാം പോകാനായിരുന്നു പ്ലാന്. അങ്ങനെ ഇപ്പം ഞങ്ങൾ നേരെ ടാക്സിയിലേക്ക് കയറി. ശരിക്കും ഞങ്ങൾ 3 ആൾക്കാർ ചെറിയ തോതിൽ ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ടാക്സി കയറി നല്ല ഉറക്കം ഉറങ്ങി. അങ്ങനെ ഏകദേശം ഒരു 5 മണി 5:30 എടുത്തപ്പോൾ ശ്രീനഗർ എത്തിയിട്ടോ വണ്ടി. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുള്ളത്. അപ്പോൾ നമുക്ക് നാളത്തെ പ്ലാന് പഹൽഗാം പോകാനാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ടാറ്റാ.